ഇടുക്കി വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. സർക്കാർ നൽകുന്ന അപ്പീലിൽ കക്ഷി ചേരുന്നതിനൊപ്പം പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും നൽകും. ഇതിനിടെ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അർജുനെ വെറുതെ വിട്ട കട്ടപ്പന കോടതിയുടെ വിധിയിൽ അപ്പീൽ നൽകുന്നതിന് മുമ്പായാണ് ഇരയുടെ കുടുംബം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അടുത്ത ദിവസം തന്നെ അപ്പീൽ നൽകാനാണ് നീക്കം. കുട്ടി പീഡനത്തിന് ഇരയായെന്ന് കോടതി കണ്ടെത്തിയിട്ടും വിധിയിൽ തുടർ നടപടി സംബന്ധിച്ച് പരാമർശമില്ലാത്ത കാര്യം കുടുംബം സൂചിപ്പിക്കും. വിധി റദ്ദ് ചെയ്യണമെന്നും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തണമെന്ന ആവശ്യവും ഉന്നയിക്കും. ഈ എഫ്ഐആർ നിലനിർത്തിക്കൊണ്ട് വീണ്ടും കേസിന് പോകണമെന്നാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് SC/ST അട്രോസിറ്റി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊരു നമുക്ക് വക്കാലത്ത് വക്കീലും കൂടെ അതിൻ്റെ അകത്ത് പങ്കുചേരാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ തീരുമാനം കൂടെ പൂർത്തിയായിട്ടില്ല, അതും കൂടെ തീരുമാനിക്കേണ്ട ഇനിയുണ്ട്. കേസിന്റെ നടത്തിപ്പിനായി സ്വന്തം നിലയിൽ അഭിഭാഷകനെ വെക്കാനും കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് KPCC നിർദ്ദേശപ്രകാരം അഭിഭാഷക കോൺഗ്രസും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഹർജി നൽകും. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിവരശേഖരണം തുടങ്ങി. ഇതിനിടെ അർജുന്റെ കുടുംബത്തിന് സുരക്ഷയൊരുക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും വണ്ടിപ്പെരിയാർ പോലീസിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി അർജുന്റെ ബന്ധുക്കളായ 7 പേരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 ഇടുക്കി.